തൃശൂർ ചാലക്കുടിയിൽ ബാങ്ക് കൊള്ളയടിച്ച് പണം തട്ടിയെടുത്ത റിജോ ആന്റണി മദ്യപാനിയായിരുന്നുവെന്ന് പോലീസ്. മോഷണം നടത്തി മടങ്ങുമ്പോഴും പ്രതി മദ്യം വാങ്ങിയാണ് മടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് തന്നെയായിരുന്നു പ്രതി മദ്യം വാങ്ങിയതും. 40 ലക്ഷത്തിലധികമാണ് റിജോയ്ക്ക് കടമായി ഉണ്ടായിരുന്നത്. മോഷണത്തിന് പിന്നാലെ 2,90,000 ഒരാൾക്ക് കടം വീട്ടാനായി കൊടുത്തു. മോഷ്ടിച്ച പണം കൊണ്ട് മദ്യം വാങ്ങി. ബാക്കി പണം പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി പറയുന്നു. ഭാര്യ കുവൈറ്റിലെ നേഴ്സാണ്. അവധിക്ക് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചെത്താനാകുമ്പോഴേക്കും കടം വീട്ടേണ്ടതിനാലാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഫെഡറൽ ബാങ്കിന് നേരെ മുൻപിലുള്ള പോട്ടപ്പള്ളിയിലാണ് റിജോയുടെ ഇടവക. സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും ഇയാൾ പള്ളിയിൽ പോകുമായിരുന്നു. മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ച മാത്രമാണ് പള്ളിയിൽ പ്രാർത്ഥനകൾ ഇല്ലാത്തത്. അതിനാലാണ് വെള്ളിയാഴ്ച ദിവസം പ്രതി മോഷണത്തിനായി തിരഞ്ഞെടുത്തത്. ബാങ്കിലെത്തി ചില്ലിന് പിറകിൽ 3 കെട്ട് പണം കണ്ടു. അതെടുത്തു എന്നത് മാത്രമായിരുന്നു ആ സമയം പ്രതി ചിന്തിച്ചതെന്നും പോലീസിനോട് പറഞ്ഞു. കൃത്യമായി ആസൂത്രണം ചെയ്തതിനാൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നതായിരുന്നു റിജോയുടെ വിശ്വാസം. 2 നിലയുള്ള വലിയ വീട് വെച്ച് നാട്ടുകാരുടെ മുന്നിൽ പ്രമാണിയായി ജീവിക്കുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് പറയുന്നു. കൊല്ലം കൊട്ടാരക്കര മൈലത്തുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് വെട്ടേറ്റു. വെള്ളാരംകുന്ന് സ്വദേശി അരുൺ, മാതാവ് ലത, പിതാവ് സത്യൻ, ഭാര്യ, 7 മാസം പ്രായമായ കുഞ്ഞ് എന്നിവർ നടന്നു വരുന്നതിനിടെ 2 അംഗ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു. 2 വർഷം മുൻപ് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വിവരം. നേരത്തെ അക്രമി സംഘം കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമിച്ച 2 പേരും ഒളിവിലാണ്. പോലീസ് ഇവർക്കുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. തിരുവനന്തപുരം ശ്രീകാര്യം സുഭാഷ് നഗറിൽ 11കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ. ആരാധിക എന്ന 6ാം ക്ലാസ്സുകാരിയെ ജനാലയിൽ ഷാൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് കുട്ടി ഡാൻസ് ക്ലാസ്സിൽ പോയി തിരിച്ചെത്തിയ ശേഷം അനുജത്തി രുദ്രയെ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുവിട്ടിരുന്നു. കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ആരാധിക തോർത്തുമെടുത്ത് കുളിക്കാൻ പോയ ശേഷമാണ് അനുജത്തി ഭക്ഷണം കഴിക്കാൻ പോയത്. ഇതിനിടെ കിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയായ മാതാവ് അടുത്ത വീട്ടിൽ ഫോൺ ചെയ്ത് കുട്ടികളെ തിരക്കിയിരുന്നു. തുടർന്ന് അടുത്ത വീട്ടിലെ വീട്ടമ്മ ആരാധികയെ വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും കുട്ടി എത്താത്തതിനെ തുടർന്ന് ചേച്ചിയെ വിളിച്ചുകൊണ്ടുവരാൻ ഇളയ കുട്ടിയെ പറഞ്ഞുവിട്ടു. ഇളയ കുട്ടി വീട്ടിലെത്തിയപ്പോൾ ആരാധിക ജനാലയ്ക്ക് സമീപം തോർത്തുമായി ചാരി നിൽക്കുന്നത് കണ്ടു. തിരികെ അടുത്ത വീട്ടിലെത്തിയ കുട്ടി ചേച്ചി വിളിച്ചിട്ട് വരുന്നില്ല, ജനാലയ്ക്ക് തോർത്തുമായി നിൽക്കുന്നുവെന്ന് പറഞ്ഞതിനെ തുടർന്ന് വീട്ടമ്മ പോയി നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് പറയുന്നു. പത്തനംതിട്ട പെരുന്നാട് മറത്തുമൊഴിയിൽ CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലയെന്ന് CPIM. RSS പ്രവർത്തകർ ജിതിനെ സംഘർഷത്തിനിടെ കുത്തുകയായിരുന്നുവെന്നാണ് CPM നേതാക്കളുടെ ആരോപണം. RSS പ്രവർത്തകർ ജിതിനെ സംഘർഷത്തിനിടെ കുത്തുകയായിരുന്നുവെന്നാണ് CPM പ്രവർത്തകരുടെ ആരോപണം. RSS പ്രവർത്തകനായ ജിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞു. കൃത്യം നടപ്പാക്കിയ ശേഷം പ്രതികൾ പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയെന്നും പോലീസ് എത്തുമെന്ന് കണ്ട് ആശുപത്രിയിൽ നിന്നും മുങ്ങി. തൊഴിൽപരമായ തർക്കങ്ങൾ പ്രദേശത്ത് നിലനിന്നിരുന്നുവെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി പറഞ്ഞു. അതേസമയം ജിതിന്റെ വയറിലും വലതു തുടയിലും ഗുരുതരമായ മുറിവെന്ന് FIR-ലുണ്ട്. ജിതിന്റെ ബന്ധുവായ അനിലുമായി പ്രതികളായ 3 പേർക്ക് തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് പ്രതികൾ സംഘം ചേർന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശിക്കാതെയാണ് പോലീസിന്റെ FIR എന്ന് ആരോപണം.